UDF-നോട് PV അൻവർ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടതിൽ പരിഹാസവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിനെ UDF മുഖ്യമന്ത്രി പോലും ആക്കിയേക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരാം. കാരണം അവരുടെ പ്രശ്നമായിരുന്നു. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. UDF-ന് വേണ്ടി ഒറ്റുകൊടുത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, യുവദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. അത് UDF-ന് വേണ്ടിയിട്ടാണ്. UDF അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങളെ ബാധിക്കുന്ന കാര്യം. അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരാം. കാരണം അവരുടെ പ്രശ്നമായിരുന്നു. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. UDF-ന് വേണ്ടി ഒറ്റുകൊടുത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, യുവദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. അത് UDF-ന് വേണ്ടിയിട്ടാണ്. UDF അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങളെ ബാധിക്കുന്ന കാര്യം. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു MV ഗോവിന്ദൻ? അരുൺ. ഉന്മേഷ്, PV അൻവറിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ PV അൻവറിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ CPM നേതാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം നടത്താറില്ല. പൊതുവേ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഉൾപ്പെടെ കാണാറുള്ളതാണ്. അത് UDF-ഉം അതോടൊപ്പം തന്നെ PV അൻവറും തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച മുന്നോട്ട് പോകട്ടെ, അതുതന്നെയാണ് ഗുണം ചെയ്യുക എന്ന വിലയിരുത്തൽ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ PV അൻവർ പറയുന്ന കാര്യങ്ങളിൽ ഇടതുപക്ഷ നേതാക്കൾ കൂടുതലായി എന്തെങ്കിലും പ്രതികരിക്കാറില്ല. ഇന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് തന്നെയാണ് പറഞ്ഞത്. അത് UDF-ഉം അൻവറും തമ്മിലുള്ള വിഷയമാണ്. അത് അവർ ചർച്ച ചെയ്യട്ടത്, ആ പ്രശ്നങ്ങൾ അങ്ങനെ നടക്കട്ടെ, അതിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തേണ്ടതില്ല. ഇത് പണ്ടേ ഒഴിവാക്കിയ PV അൻവറിൻ്റെ കേസ് പണ്ടേ ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നു. അതോടൊപ്പം ഒരു പരിഹാസം കൂടി MV ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. PV അൻവറിന് ഒരുപക്ഷെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലും UDF ആക്കിയേക്കും എന്ന നേരത്തെ അൻവറിൻ്റെ അവകാശവാദങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങളൊക്കെ അൻവർ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പ്രതികരണം നടത്തി. അല്ലാതെ PV അൻവറിൻ്റെ വിഷയത്തിൽ CPM നേതാക്കൾ ഏതെങ്കിലും കൂടുതൽ പ്രതികരണം നടത്തേണ്ടതില്ല. ഇങ്ങനെ UDF-ഉം PV അൻവറും അത്തരത്തിൽ മുന്നോട്ട് പോയാൽ തന്നെ ഗുണം ചെയ്യും എന്നതാണ് പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. ശരി, അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.